പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസ് വാദങ്ങൾ തള്ളി കോൺഗ്രസ്. പോലീസിന്റെ ഭാഗത്തുനിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചു. ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വാർത്താ സമ്മേളനം. അകാരണമായിട്ടാണ് UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്നും മുഖം നഷ്ടപ്പെട്ട പോലീസിന്റെ വില കുറഞ്ഞ നടപടിയാണിതെന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. ആദ്യ ദൃശ്യത്തിൽ കാണാം പോലീസിന്റെ ഗ്രനേഡ് എറിഞ്ഞ പോലീസ് നിൽക്കുന്ന ഭാഗത്തുനിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും. ഒന്ന് കഴിച്ചില്ലേ? ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഒരു പോലീസുകാരന്റെ കയ്യിലൊരു വസ്തു നിൽക്കുന്ന കാണാം. ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആ പോലീസുകാരുടെ മുഖവും വ്യക്തമാണ്. അതാണ് സ്ഫോടക വസ്തു എന്ന് ഉറപ്പിക്കാനാകുന്നുണ്ടോ? അത് എറിയുന്ന ദൃശ്യങ്ങളുണ്ടോ? നമുക്കിപ്പോൾ കാണുന്നതിൽ അതില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത് വന്നത് എന്ന് ആണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത്. സ്മൃതി, 36 സെക്കൻഡുള്ള ഒരു വീഡിയോ ദൃശ്യം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായി അവർ പറയുന്നത് പോലീസ് ഒരു വശത്തേക്ക് മാറുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. അതേസമയം തന്നെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു സ്ഫോടക വസ്തു താഴേക്ക് വരുന്നു എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. അത് താഴെ പതിച്ചതിന് ശേഷം പൊട്ടിത്തെറിക്കുകയാണ്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എറിഞ്ഞതാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല. പോലീസ് നടത്തിയ സ്ഫോടനമാണ്. ആ സ്ഫോടനം പിന്നീട് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ദൃശ്യങ്ങൾ എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ട 6 ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. ഒപ്പം തന്നെ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഒരു പോലീസുകാരന്റെ കൈവശം ടിയർ ഗ്യാസുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ അതെടുത്ത് പ്രയോഗിക്കുന്നതൊന്നും ആ ദൃശ്യത്തിൽ നിലവിൽ കാണുന്നില്ല. പക്ഷേ തുടർന്നുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടും എന്നുള്ള നിലപാട് കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അല്പം മുൻപ് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരിക്കുന്നത് പേരാമ്പ്ര DYSP ഉൾപ്പെടെയുള്ള ആളുകൾ മറുവശത്ത് CPM-ന്റെ പ്രവർത്തകർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വരെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നേരത്തെ റൂറൽ SP പറഞ്ഞതുപോലെയല്ല, ആദ്യഘട്ടത്തിൽ പ്രവർത്തകർക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള നിലപാട് KE ബൈജു സ്വീകരിച്ചു. പിന്നീട് ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കമുണ്ടായി എന്ന് പറയേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ DCC പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഒരു വിശദീകരണ യോഗം CPIM പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EP ജയരാജൻ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളിൽ വിമർശനാത്മകമായ നിലപാട് DCC പ്രസിഡന്റ് സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്ന് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് മനുഷ്യരുടെ ജീവൻ പൊലിയുന്ന തരത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകാതിരുന്നത് ഷാഫി പറമ്പിൽ MP-യും ഒപ്പം തന്നെ DCC പ്രസിഡന്റും ഒക്കെ അവിടെ എത്തിയത് കൊണ്ടാണ് എന്നുള്ള നിലപാട് കൂടിയാണ് പറയുന്നത്. ഈ 6 ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. 6 ദൃശ്യങ്ങളിലും കോൺഗ്രസിന്റെ വാദം ന്യായീകരിക്കുന്നതിന് സാധൂകരിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന നിലയ്ക്കാണ് അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു തങ്ങളിലേക്ക് വന്നത്. അവിടെ നിന്ന് പിന്നോട്ട് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് വീഴ്ച പറ്റി ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചു എന്നുള്ള കാര്യം ആദ്യം സമ്മതിക്കുന്നു. പിന്നീട് റൂറൽ SP-യെ നിശബ്ദനാക്കുന്ന നടപടികളാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുണ്ടായത്. പോലീസുകാർക്കെതിരെ നടപടി വേണ്ട, ഈ ലാത്തിചാർജിൽ നടപടി വേണ്ട എന്നൊരു തീരുമാനവും എടുക്കുന്നു. അങ്ങനെ റൂറൽ SP ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കുന്നേയില്ല എന്നാണോ ഇപ്പോൾ ഈ സ്ഫോടക വസ്തുവിന്റെ ദൃശ്യങ്ങൾ വന്ന ശേഷവും? അത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ മുതിരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയ ചില പ്രതികരണങ്ങൾ അത് രണ്ടർത്ഥത്തിലും SP-യെ സംബന്ധിച്ച്, റൂറൽ SP-യെ സംബന്ധിച്ച്, സേനയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പോലീസിന്റെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു KE ബൈജു പറഞ്ഞിരുന്നത്. പിന്നീട് അത് മാറ്റി പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇന്നലെയൊക്കെ ഉണ്ടായ വിശദീകരണ യോഗത്തിലടക്കം TP രാമകൃഷ്ണൻ LDF കൺവീനർ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത് ചില ചാഞ്ചാട്ടങ്ങൾ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അത് കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കാൻ അത്തരം നിലപാടുകൾ സ്വീകരിച്ചത് അത് ചില പ്രചാരവേലകളുടെ ഭാഗമായി നടത്തി എന്നുള്ളതാണ് CPM-ന്റെ വാദമായി വന്നിട്ടുള്ളത്. അതേസമയം തന്നെ DCC പ്രസിഡന്റ് അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത് തങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഭയപ്പെടുന്നയാളാണോ റൂറൽ SP എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് പോലീസ് ഇനി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവർക്ക് മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 FIR-കൾ പേരാമ്പ്ര സംഘർഷവുമായി കൊണ്ട് ഇടുകയും അതിൽ തന്നെ ആദ്യ FIR-ഉം രണ്ടാമത്തെ FIR സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ
നിലവിൽ 5 UDF പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടും കേസുകളുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതിനായിരിക്കും പോലീസ് സ്വാഭാവികമായും പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതിന്റെ ഭാഗമായി കൂടി ഇന്ന് കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ ഇതിപ്പോൾ ഒരു സത്യാഗ്രഹ സമരം പേരാമ്പ്ര DYSP ഓഫീസിന് മുൻപിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു പ്രതികരണത്തിലേക്ക് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ കടക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇനിയിപ്പോൾ തുടർ ദൃശ്യങ്ങൾ കൂടി കോൺഗ്രസ് ഇത്തരത്തിൽ പുറത്തേക്ക് വിടുക എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന് അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് നടപടിയിലേക്ക് പോലീസ് കടക്കും, എന്തൊക്കെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോലീസിനും വിടേണ്ടതായി വരും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയും. ദീപക്, ദൃശ്യങ്ങളില്ല പോലീസുകാരന്റെ മുഖം വളരെ വ്യക്തമാണ്. അറിയാവുന്ന പോലീസുകാരനാണോ? സ്മൃതി, ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ആ സ്ഫോടക വസ്തുവാണെന്ന് കരുതുന്ന വസ്തു കയ്യിൽ വെച്ച് ഇപ്പോൾ നമുക്ക് കാണുന്ന ആ ദൃശ്യങ്ങളിൽ ആ പോലീസുകാരന്റെ മുഖവും വളരെ വ്യക്തമാണ്. അതാരാണെന്ന് മനസ്സിലാക്കാനാകുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ ആരാണെന്നുള്ളത് സംബന്ധിച്ചൊരു കൃത്യത എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. ഞാനത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് ഈ ഇത്തരത്തിൽ പ്രവർത്തകരെ നേരിടേണ്ട ഘട്ടം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടിയർ ഗ്യാസ്, ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. മറ്റൊരു തരത്തിലുള്ള സ്ഫോടക വസ്തു എന്ന് അനുമാനിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. പക്ഷേ ആ 36 സെക്കൻഡ് വരുന്ന ആ വീഡിയോയിൽ, അതിൽ സ്ലോ മോഷനായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നൽകിയിരിക്കുന്ന ആ വീഡിയോയിൽ മുകൾ ഭാഗത്ത് നിന്ന് ഒരു വസ്തു താഴേക്ക് പതിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പോലീസ് അവിടെ നിന്നും അല്പം പിറകിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ്. ആ സമയത്താണ് ഇത് പതിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതായത് പോലീസും UDF പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് പോലീസിനിടയിലേക്ക് ആ ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു വസ്തു വരുന്നതും അത് പതിച്ച് പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ഈ ഏത് ആംഗിളാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട്. പല ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ UDF പ്രവർത്തകർ പറയുന്നതനുസരിച്ച് അവർ നിൽക്കുന്നത് ഇപ്പോൾ പോലീസ് മടങ്ങിപ്പോകുന്നതിൻ്റെ പുറകുവശത്താണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നല്ല ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വിശദീകരണമായിട്ടുള്ളത്.